ആൻഡ്രൂ ഗാർഫീൽഡിന്റെ 2012 പുറത്തിറങ്ങിയ ദ അമേസിംഗ് സ്പൈഡർമാൻ എന്ന മൂവിയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. ഇതിന്റെ ആദ്യ പാർട്ട് കാണാത്തവർ മുകളിൽ വരുന്ന ഐ കാർഡിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലോ ക്ലിക്ക് ചെയ്ത് ആദ്യ പാർട്ട് കണ്ടതിന് ശേഷം മാത്രം രണ്ടാം പാർട്ട് കാണാൻ ശ്രമിക്കുക. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് തൂങ്ങിക്കിടക്കുന്ന ഒരു കാറിൽ നിന്ന് സ്പൈഡർമാൻ ഒരു കുട്ടിയെ രക്ഷിക്കാൻ നോക്കുന്നതും ഇതിനിടെ അവന്റെ പിടിവിട്ട് കാറ് താഴേക്ക് പോകുന്നതും വരെയാണ്. അങ്ങനെ അവൻ ആ കുട്ടിയെ നേരെ അച്ഛന്റെ കയ്യിലേക്ക് എത്തിക്കുകയും ഇതോടെ ഒരുപാട് സന്തോഷമാവുന്ന അയാൾ പീറ്ററിന്റെ നേർക്ക് തിരിഞ്ഞ് നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാനാണ് സ്പൈഡർമാൻ എന്ന് പറയുകയും അവിടെ നിന്ന് പൊക്കളയുകയും ചെയ്യും. അന്ന് ആ ജീവിയിൽ നിന്ന് വീണ്ടും മനുഷ്യനാവുന്ന ഡോക്ടർ കേണേഴ്സ് അവിടുത്തെ ഡ്രെയിനേജിൽ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന പല്ലിയെ കണ്ട് ഇതാണ് തനിക്ക് പറ്റിയ വാസസ്ഥലമെന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ അപ്പോഴും പീറ്റർ അന്ന് സംഭവിച്ചതിനെ പറ്റിയൊക്കെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസം പത്രസമ്മേളനത്തിൽ ഇന്നലെ വില്യംസ്ബർഗ് ബ്രിഡ്ജിൽ വെച്ചൊരു സംഭവം അരങ്ങേറി. അവിടെ കൃത്യമായി എന്താണ് നടന്നത് ആർക്കും മനസ്സിലായിട്ടില്ല. എന്നാൽ സ്പൈഡർമാൻ അവിടെ ഉണ്ടെന്ന് കണ്ട ആളുകളുണ്ട്. ഇന്നലെ പാലത്തിൽ വെച്ച് നടന്ന പ്രശ്നത്തിൽ അവനും പങ്കുണ്ടാവും. അതുകൊണ്ട് സ്പൈഡർമാനെതിരെ അറസ്റ്റ് വാറണ്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നൊക്കെ അയാൾ പറയുന്നു. ഇത് കേട്ട് പീറ്ററിന് ആകെ ദേഷ്യമാവും. അങ്ങനെ അന്ന് ഡോക്ടർ കെനേഴ്സിനെ കാണാനായി പീറ്റർ നേരെ ഓസ്കോർപ്പിൽ എത്തുമെങ്കിലും അയാളുടെ ഓഫീസിൽ ആരെയും കാണുന്നില്ല. ഇതിനിടെ അവിടെ ഒരു സെറം ഇരിക്കുന്നത് കണ്ട് അവൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കെനേഴ്സ് അവിടേക്ക് വരികയും എന്റെ ഓഫീസിലുള്ളവർക്കെല്ലാം ഒരാഴ്ചത്തേക്ക് ഞാൻ അവധി കൊടുത്തുവെന്നും നിനക്കിന്ന് ക്ലാസ് ഇല്ലേന്നും ഒക്കെ ചോദിക്കുന്നു. ഞാനൊരു സംശയം ചോദിക്കാനാണ് വന്നത്. ഈ പല്ലി ഒന്ത് പോലുള്ള സാധനങ്ങളുടെയൊക്കെ ബലഹീനത എന്താണെന്നൊക്കെ അവൻ ചോദിക്കുമ്പോൾ അവൻ ചോദിച്ചു വരുന്നത് എന്താണെന്ന് അയാൾക്ക് മനസ്സിലാവുകയും ന്യൂയോർക്കിൽ ഒരു പുതിയ ജീവി വന്നിട്ടുണ്ടെന്ന് ആളുകൾ പൊതുവെ സംസാരിക്കുന്നുണ്ട്, അതിന്റെ കാര്യത്തെ പറ്റിയായിരിക്കും നീ ചോദിക്കുന്നല്ലേ എന്ന് അദ്ദേഹം പറയുകയും നിങ്ങൾക്ക് അതിനെപ്പറ്റി വല്ലതും അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയത്തില്ല, പക്ഷെ അതിനെ എങ്ങാനും ചൊറിയാൻ പോയാൽ അത് കയറി അങ്ങ് മാന്തി കളയോ എന്നൊക്കെ പറഞ്ഞ് അയാൾ ആ ഇഞ്ചക്ഷനും കൊണ്ട് എനിക്ക് കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്നങ്ങ് പൊക്കളയുന്നു. ഇതോടെ പീറ്റർ വെറുതെ അവിടേക്ക് ഒന്ന് നോക്കുമ്പോൾ അവൻ മരുന്ന് കുത്തിവെച്ച എലി കൂട് പൊളിച്ചിറങ്ങി ഇന്നലെ കണ്ട പോലത്തെ ജീവിയായിക്കൊണ്ട് മറ്റൊരു എലിയെ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇതോടെ ഇന്നലെ വന്നത് ഡോക്ടർ കെനേഴ്സ് തന്നെയായിരുന്നു എന്ന് അവന് മനസ്സിലാവുന്നു. ഇതോടെ അന്ന് തന്നെ അവൻ ഗെയിന്റെ അച്ഛനെ കാണാനായി ഓഫീസിലേക്ക് ചെല്ലുകയും ഇന്നലെ പാലത്തിൽ വെച്ച് നടന്ന ഇൻസിഡന്റിൽ പല്ലിയെ പോലത്തെ ജീവിയായിട്ട് വന്നത് ആരാണെന്ന് എനിക്കറിയാം, ഓസ്കോർപ്പിലെ ശാസ്ത്രജ്ഞനായ ഡോക്ടർ കെനേഴ്സ് ആണെന്നൊക്കെ അവൻ പറയുമ്പോൾ ഗെയിന്റെ ട്രെയിനർ ആയിട്ടുള്ള ഡോക്ടർ കെനേഴ്സിനെ തന്നെയാണോ നീ ഉദ്ദേശിച്ചെന്ന് ചോദിക്കുകയും അയാൾ തന്നെ എന്നൊക്കെ പീറ്റർ പറയുമ്പോൾ അദ്ദേഹം നല്ല കഴിവുള്ള മാന്യനായ വ്യക്തിയാണ്, പുള്ളി പാതിരാത്രി ഇറങ്ങി ഓന്തിന്റെ വേഷം കെട്ടി കറങ്ങി നടക്കുകയാണെന്നാണോ നീ പറയുന്നത്? ഇത് വേഷം കെട്ടി ഇറങ്ങുന്നതൊന്നുമല്ല, അയാൾ ഒരു മരുന്ന് കണ്ടുപിടിച്ചിരുന്നു, അത് ചിലപ്പോൾ അയാൾ തന്നെ കുത്തിവെച്ച് കാണും, അത് വിജയിക്കാതെ വന്നതുകൊണ്ട് അയാൾക്ക് തന്നെ രൂപം മാറ്റം സംഭവിച്ച് ഇങ്ങനെ ആയതായിരിക്കുമെന്നൊക്കെ അവൻ പറയുമ്പോൾ നീ എന്തൊക്കെ പൊട്ടത്തരമാടാ ഈ വിളിച്ചു പറയുന്നതെന്നൊക്കെ ചോദിക്കുകയും അയാളെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം, ഒരു കൈ നഷ്ടപ്പെട്ട അയാൾ അത് വീണ്ടും വളർത്താൻ കുറെ കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ ഫലം കണ്ടില്ല, അതുകൊണ്ടാണ് ഇപ്പൊ ഈ പരിപാടിക്ക് തയ്യാറായത്, അയാൾ മാരകമായ എന്തോ പ്ലാൻ ഇടുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാണെന്നൊക്കെ അവൻ പറയുമെങ്കിലും അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാം, നീ ഇപ്പൊ പൊക്കോളാൻ അയാൾ പറയുകയും ഇതോടെ പോലീസുകാർ അവനെ അവിടെ നിന്ന് തൂക്കി കൊണ്ടുപോവുകയും ചെയ്യും. എന്നാൽ അയാൾക്ക് എന്തൊക്കെയോ പന്തികേട് തോന്നുകയും ഡോക്ടർ കേനേഴ്സിനെ കുറിച്ചുള്ള സകല വിവരങ്ങളും കൊണ്ടുവരാൻ അവിടെ ഉള്ളവരോട് പറയുകയും ചെയ്യുന്നു. ഈ സമയം ഡോക്ടർ കേനേഴ്സ് ഡ്രെയിനേജിലുള്ള തന്റെ പുതിയ താവളത്തിലിരുന്ന് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെയ്ത പരീക്ഷണം ഏറെക്കുറെ വിജയകരമായിട്ടുണ്ട്, എനിക്കിപ്പോ പഴയതിനേക്കാൾ ശക്തി കിട്ടിയിട്ടുണ്ട്, അതുപോലെ കാഴ്ച ശക്തിയും കൂടി, എനിക്കിനി കണ്ണട ആവശ്യമില്ല, എന്റെ മരുന്ന് എന്നിൽ തന്നെ കുത്തിവെച്ചത് കൊണ്ട് ഓരോ മാറ്റങ്ങളും എനിക്ക് അറിയാൻ കഴിയുന്നുണ്ട്, കുറച്ചുകൂടി ശക്തി കിട്ടാൻ വേണ്ടി 200 മില്ലിഗ്രാം ഡോസ് കൂടി ഞാൻ വർദ്ധിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് അയാൾ കൂടുതൽ മരുന്ന് ദേഹത്തേക്ക് അടിച്ചു കയറ്റുകയും അയാളുടെ സ്വഭാവം കൂടുതൽ മാറുകയും ചെയ്യും. ഈ സമയം റോഡിലൂടെ നടന്നു വരുന്ന പീറ്റർ നോക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ഓന്തുകളെല്ലാം കൂടി നേരെ ഡ്രെയിനേജിന്റെ ഉള്ളിലേക്ക് പോവുകയാണ്. ഇത് കണ്ട് സംശയം തോന്നുന്ന അവൻ നോക്കുമ്പോൾ അവിടുത്തെ പത്രത്തിൽ പുതിയ ജീവിയെ പറ്റിയുള്ള തെളിവ് കൊണ്ടുവരുന്നവർക്ക് പണം നൽകുമെന്ന് വാർത്ത കാണുന്നു. ഡ്രെയിനേജിൽ തന്നെ ആയിരിക്കാം ഡോക്ടർ കെനേഴ്സും ഒളിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കി അവൻ അന്ന് എല്ലാ ഡ്രെയിനേജും കൂടി ഒന്നിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ചെല്ലുകയും എല്ലാ ഭാഗത്തേക്കും വല വിട്ടുകൊണ്ട് എവിടെ നിന്നാണ് ഡോക്ടർ കെനേഴ്സ് വരുന്നതെന്നറിയാൻ അവൻ തയ്യാറായിരിക്കുകയും ശേഷം ആ ജീവി എങ്ങാനും വന്നാൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി അവന്റെ ക്യാമറയൊക്കെ തയ്യാറാക്കി വെച്ച് ആ ജീവി വരുന്നതും കാത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു വലയിൽ അനക്കം തട്ടുകയും അത് ആ ഭാഗത്ത് നിന്ന് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്ന അവൻ മുഖം മൂടിയൊക്കെ ഇട്ട് അതിനെ കാണാനായി തയ്യാറായിരിക്കുന്നതിനിടെ അപ്പുറത്തെ സൈഡിലെ കമ്പി അനങ്ങുകയും അതുവഴിയായിരിക്കും വരുന്നതെന്ന് കരുതിയിരിക്കുമ്പോൾ എല്ലാ സൈഡിലുമുള്ള കമ്പികൾ അനങ്ങിക്കൊണ്ടിരിക്കുന്നത് കാണുകയും നോക്കുമ്പോൾ അതുവഴി എന്തോ വരുന്നുണ്ടെന്നും മനസ്സിലാക്കി തയ്യാറെടുത്തിരിക്കുമ്പോഴേക്കും ചെറിയ ഓന്താണ് അവിടേക്ക് വരുന്നത്. നോക്കുമ്പോൾ ഒരുപാട് ഓന്തുകൾ എല്ലാ സ്ഥലത്തു നിന്നും അവിടേക്ക് വരികയും എല്ലാം കൂടി നേരെ സെന്ററിലെത്തിയിട്ട് അവിടെ നിന്ന് ഒരു ഭാഗത്തേക്ക് പോകാൻ തുടങ്ങുകയും
അവിടെ എന്തോ ഉണ്ടെന്ന് മനസ്സിലാക്കി അവൻ പോകാൻ ശ്രമിക്കുന്നതിനിടെ തന്റെ പിന്നിൽ ആരോ ഉണ്ടെന്ന് അവന് മനസ്സിലാവുകയും എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ആ ജീവി ചാടി വീഴുകയും അവനെ പിടിച്ചു വെച്ച ശേഷം ഇനി എന്റെ വഴിയിൽ തടസ്സമായി വരാൻ നിന്നെ അനുവദിക്കില്ല, ഓരോ ദിവസവും എന്റെ ശക്തി കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് ആ ജീവി മുഖംമൂടി ഊരാൻ ശ്രമിക്കുമെങ്കിലും സ്പൈഡർമാൻ അവനെ അടിച്ച് അവർ രണ്ടുപേരും നേരെ വെള്ളത്തിലേക്ക് ചെന്ന് വീഴുകയും അവിടെ കിടന്ന് അടികൂടി അതിനെ ചവിട്ടി തെറിപ്പിച്ച് അവൻ അതിന്റെ കയ്യിൽ നിന്ന് പാഞ്ഞ് രക്ഷപ്പെട്ടു പോവുകയും ചെറിയ ഒരു കമ്പിക്കുള്ളിലൂടെ കയറി അങ്ങ് പോകുന്നതോടെ അതിന് പിറകെ വരാൻ കഴിയാതെ ആവുകയും ചെയ്യുന്നു. ഈ സമയം കൊണ്ട് സ്പൈഡർമാൻ നേരെ വെള്ളത്തിൽ കിടന്ന് നിരങ്ങി മറ്റൊരു സ്ഥലത്ത് വന്ന് വീഴുകയും ഒരുവിധം അതിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു. അപ്പോഴേക്കും അടികൂടിയ സ്ഥലത്തേക്ക് തിരിച്ചു കയറുന്ന ജീവിയെ ക്യാമറ ഫോട്ടോ എടുക്കുന്നത് കണ്ട് അത് നേരെ ചെന്ന് ആ ക്യാമറ വലിച്ചൂരി നോക്കുമ്പോൾ അതിൽ പീറ്റർ പാർക്കർ എന്ന് പേരെഴുതി വെച്ചേക്കുന്നതായി കാണുകയും സ്പൈഡർമാനായി വന്നത് പീറ്റർ ആണെന്ന് കേണേഴ്സിന് മനസ്സിലാവുകയും ചെയ്യും. പിന്നീട് പീറ്റർ നേരെ ഗെയിന്റെ വീട്ടിലേക്ക് ചെന്നിരിക്കുകയാണ്. എന്നാൽ അവനെ കണ്ട് അവൾ നോക്കുമ്പോൾ ആകെ പരിക്ക് പറ്റിയ അവസ്ഥയിലാണ്. അങ്ങനെ അവൾ അവനെ സഹായിക്കുകയും മുറിവൊക്കെ തുടച്ച് വൃത്തിയാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ കേണേഴ്സ് ഇപ്പോൾ ഒരു ഭീകര രൂപിയായി മാറിയിരിക്കുകയാണ്. ഞാൻ അയാളോട് ഫൈറ്റ് ചെയ്തപ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. യഥാർത്ഥത്തിൽ അയാൾ ഈ അവസ്ഥയിലെത്താൻ കാരണം ഞാനാണ്. എന്റെ ഡാഡി രഹസ്യമാക്കി വെച്ചിരുന്ന ഒരു ഇക്വേഷൻ ഞാൻ അയാൾക്ക് കൊടുത്തു. അത് വെച്ച് പരീക്ഷണം നടത്താനും പറഞ്ഞു. അങ്ങനെ പരീക്ഷണം നടത്തിയാണ് നല്ലവനായിരുന്ന ഒരു മനുഷ്യൻ ഇപ്പോൾ ഈ അവസ്ഥയിലെത്തിയത്. എന്റെ ഡാഡി എന്തുകൊണ്ടാണ് അത് രഹസ്യമാക്കി വെച്ചിരുന്നതെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ പ്രശ്നങ്ങളൊക്കെ എനിക്ക് ശരിയാക്കിയേ പറ്റുള്ളൂ എന്നൊക്കെ അവൻ പറയുന്നു. ഈ സമയം ഡോക്ടർ കേണേഴ്സ് ഡ്രെയിനേജിലുള്ള തന്റെ ലാബിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നാൽ അയാളുടെ ഉള്ളിലുള്ള ദുഷ്ടശക്തി അയാളോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിനക്കിപ്പോ ഒരുപാട് കഴിവുകളുണ്ട്, നല്ല ശക്തനായിട്ടുള്ള ഒരു മനുഷ്യനാണ് നീ, കൂടുതൽ മരുന്ന് കുത്തിവെച്ചാൽ ഇനിയും ശക്തനാവും. പക്ഷേ എല്ലാ കാര്യത്തിലും നിന്നെ തടയാൻ വരുന്നത് സ്പൈഡർമാൻ എന്ന് പറയുന്ന ആ പീറ്റർ പാർക്കറാണ്. ഇതെല്ലാം കേട്ടിട്ട് അദ്ദേഹം നേരെ ചെന്ന് വീണ്ടും ആ മരുന്നെടുത്ത് തന്റെ ദേഹത്തേക്ക് കുത്തിവെക്കുകയും ഇനി പോയി ആ പീറ്ററിനെ അങ്ങ് തീർത്തേക്കാൻ അയാളുടെ ഉള്ളിലെ ശക്തി പറയുകയും ചെയ്യും. അടുത്ത ദിവസം പീറ്ററിന്റെ സ്കൂളിലുള്ള ഒരു ടോയ്ലറ്റ് മൊത്തം പൊളിഞ്ഞു വീണ് അവിടുത്തെ ഡ്രെയിനേജിലൂടെ കേണേഴ്സ് ഭീകര രൂപിയായി കയറി വരികയും കുട്ടികളെല്ലാം ഓടി രക്ഷപ്പെടുന്നത് കണ്ട് ഗെയിനോടും പൊക്കോളാൻ പറഞ്ഞ ശേഷം പീറ്റർ അതിനെ തടയാൻ തയ്യാറായിരിക്കുകയാണ്. അപ്പോഴേക്കും കുട്ടികളെല്ലാം സ്കൂളിന് വെളിയിലെത്തിയിട്ടുണ്ട്. ഉടൻ പീറ്റർ അതിനെ വലയിട്ട് അടിക്കാൻ ശ്രമിക്കുമെങ്കിലും അത് അവനെ തൂക്കി പിടിച്ചെടുത്ത് അടിച്ച് അടുത്ത റൂമിലേക്ക് ഇട്ടിരിക്കുകയാണ്. ശേഷം നേരെ അവന്റെ അടുത്ത് വന്ന് നിന്റെ ഒളിച്ചുകളിയെല്ലാം തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവനെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ വലയിട്ട് തന്റെ ബാഗ് എടുത്ത് അടികൊണ്ട് നേരെ ഒരു സ്ഥലത്തേക്ക് ചെന്ന് വീഴുന്നു. ഇതോടെ കേണേഴ്സ് അവിടെ ഇരുന്ന രണ്ട് മരുന്നുകൾ കണക്ട് ചെയ്ത് അവൻ വീണ സ്ഥലത്ത് എറിയുകയും വലിയൊരു പൊട്ടിത്തെറി നടക്കുകയും ചെയ്യും. എന്നാൽ ഒന്നും പറ്റാതെ അവൻ സ്പൈഡർമാനായി വരികയും പിന്നീട് അവർ തമ്മിൽ ഒരു പൊരിഞ്ഞ ഫൈറ്റ് തന്നെ നടക്കുകയും ചെയ്യുന്നു. രണ്ടുപേരും തങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അടികൂടി പോവുകയും അവൻ കയ്യിൽ കിട്ടുന്ന സാധനമൊക്കെ എടുത്ത് പീറ്ററിനെ അറഞ്ചം പുറഞ്ചം അടിക്കുകയും ചെയ്യും. ഇതിന്റെ പീറ്റർ അതിന്റെ വാലിൽ കയറി പിടിക്കുകയും ഉടൻ അത് വാലൂരി സ്പൈഡർമാനെ ഉൾപ്പെടെ ദൂരേക്ക് എറിയുകയും ചെയ്യും. ഇതോടെ അവൻ വാല് കളഞ്ഞിട്ട് എണീച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും മറ്റതിന് പുതിയ വാല് വീണ്ടും കിളിച്ചിരിക്കുന്നു. വീണ്ടും അടി കൂടുമ്പോൾ അവൻ സ്പൈഡർമാനെ പിടിച്ച് അനങ്ങാൻ പറ്റാതെ വെക്കുകയും ഉടൻ ഗെയിൻ അതിന്റെ തലയ്ക്ക് ഒരു അടി കൊടുക്കുകയും ചെയ്യും. ഇതോടെ അത് അവളുടെ നേർക്ക് തിരിയുമ്പോഴേക്കും പീറ്റർ മൊത്തത്തിൽ വലയിട്ട് അതിനെ അങ്ങ് കുരുക്കി പിടിക്കുകയും ശേഷം ചുറ്റും വലയിട്ട് അനങ്ങാൻ പറ്റാത്ത തരത്തിലാക്കിയ ശേഷം ഗെയിനെ ചേർത്ത് പിടിച്ച് നീ പുറത്തേക്ക് പൊക്കോളാൻ പറഞ്ഞ് അവളെ വെളിയിലേക്ക് എറിഞ്ഞ് വലയിൽ തൂക്കി സേഫായി താഴേക്ക് വിടുന്നു. ശേഷം അവൻ വീണ്ടും ഫൈറ്റിന് തയ്യാറായിരിക്കുകയാണ്. അപ്പോഴേക്കും കേണേഴ്സ് വലയെല്ലാം പൊട്ടിച്ച് ക്ലിയർ ആയി ഇറങ്ങുകയും പിന്നീട് അവർ തമ്മിൽ ലൈബ്രറിയിൽ കിടന്ന് ഒന്നൊന്നര ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഹെഡ്ഫോൺ വെച്ചുകൊണ്ട് നിൽക്കുന്ന സാറ് ഇതൊന്നും അറിയുന്നില്ല. ഇതിനിടെ അടികൊണ്ട് വീഴുന്ന സ്പൈഡർമാൻ ഒരുവിധം പതിയെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവനെ അവിടെ കാണുന്നില്ല. ഇതോടെ പീറ്റർ അത് എങ്ങോട്ട് പോയെന്നറിയാതെ തപ്പി നേരെ ചെന്ന് നോക്കുമ്പോൾ അത് ടോയ്ലറ്റിന്റെ ഡ്രെയിനേജിലൂടെ പോയിരിക്കുകയാണ്. നോക്കുമ്പോൾ ഓസ്കോർപ്പിലെ അയാളുടെ ഡ്രസ്സ് കാണുകയും ഡ്രെയിനേജിൽ ഇരുന്ന് പരീക്ഷണം നടത്തിയിട്ടാണ് അയാൾ വന്നതെന്ന് അവന് മനസ്സിലാവുകയും ചെയ്യും. അങ്ങനെ അന്ന് കോളേജിന് മുന്നിൽ പോലീസും ഫയർഫോഴ്സും എല്ലാം വന്ന് വളഞ്ഞു നിൽക്കുകയാണ്. ഈ സമയം ഗെയിൻ ആണെങ്കിൽ പീറ്ററിനെ വിളിച്ചു നോക്കാൻ ശ്രമിക്കുകയും കേണേഴ്സിനെ തേടി പൊക്കൊണ്ടിരിക്കുന്ന അവൻ ഫോൺ എടുത്ത ശേഷം എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ കേണേഴ്സിനെ തപ്പി പൊക്കൊണ്ടിരിക്കുകയാണ്, അയാൾ ഭീകരമായ മരുന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്, അയാളെ രക്ഷിക്കണമെങ്കിൽ ആ മരുന്നിനുള്ള ഒരു ആന്റിഡോട്ട് കണ്ടെത്തണം, നീ നേരെ ഓസ്കോർപ്പിന്റെ ലാബിലേക്ക് ചെന്ന് നീല നിറത്തിലുള്ള സെറം എടുത്ത് ഈ മരുന്നിന് വേണ്ട ആന്റിഡോട്ട് കണ്ടെത്താൻ പറയുന്നു. അങ്ങനെ പീറ്റർ പോയി ഒടുവിൽ അവിടെയുള്ള കേണേഴ്സിന്റെ ലാബ് കണ്ടെത്തിയിരിക്കുകയാണ്. അവിടെ മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടെ ഒരുപാട് മരുന്നുകൾ അയാൾ അടിച്ചു കയറ്റിയിട്ടുണ്ടെന്ന് അവന് മനസ്സിലാവുകയും ഇതിനിടെ അവിടെ ഒരു കമ്പ്യൂട്ടറിൽ അയാളുടെ വീഡിയോ കണ്ട് അത് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ മനുഷ്യരെന്നാൽ ദുർബലരും ഒന്നിനും കൊള്ളാത്തവരുമാണ്, ഈ മരുന്ന് കുത്തിവെച്ചാൽ മനുഷ്യരെക്കാൾ വേഗതയും ബലവും ബുദ്ധിയും ഒക്കെ കിട്ടും, അപ്പൊ പിന്നെ നമ്മളെന്തിന് മനുഷ്യരായി ജീവിക്കണം, അതുകൊണ്ട് ഇനി ഈ ലോകത്ത് മനുഷ്യര് വേണ്ട, എല്ലാവരും ഈ മരുന്നിലൂടെ പുതിയ ജീവികളാവാൻ പോവുകയാണെന്നൊക്കെ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതോടെ അവൻ നോക്കുമ്പോൾ അയാളുടെ പ്ലാൻ എന്താണെന്ന് അവിടുത്തെ കമ്പ്യൂട്ടറിൽ കാണാൻ കഴിയുന്നുണ്ട്. ഓസ്കോർപ്പിലെ പ്രത്യേക മെഷീൻ ഉപയോഗിച്ച് ഏറ്റവും മുകളിലുള്ള ടവറിൽ നിന്ന് ലോകം മുഴുവൻ ആ മരുന്ന് മേഘമായി പടർത്തി എല്ലാവരെയും ആ ജീവിയാക്കാനാണ് അയാൾ ഉദ്ദേശിക്കുന്നത്. ഈ സമയം മരുന്നുകളുമായി ഒരിടത്തെത്തുന്ന കേണേഴ്സ് നോക്കുമ്പോൾ പോലീസ് അയാളെ ചുറ്റും വളഞ്ഞിരിക്കുകയാണ്. അവർ തുരുതുരെ അയാളെ വെടിവെക്കാൻ തുടങ്ങുകയും വെടി കൊണ്ടുകൊണ്ട് മറിഞ്ഞു വീണ് കിടക്കുന്ന അയാളുടെ അടുത്തേക്ക് പോലീസുകാരെല്ലാം വന്ന് വളഞ്ഞ് നോക്കി നിൽക്കുന്നതിനിടെ അയാളുടെ മുറിവെല്ലാം ഭേദമാവുകയും ഉടൻ
ചാടി എഴുന്നേറ്റ് അയാളുടെ മരുന്ന് അവരുടെ എല്ലാം നേർക്ക് പുകയായി അടിച്ചു വിട്ട് എല്ലാവരെയും തൂക്കിയെടുത്ത് എറിയുന്നു. ആ മരുന്ന് ശ്വസിക്കുന്നതോടെ പോലീസുകാരെല്ലാം അവനെ പോലത്തെ ജീവികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അവൻ നാട്ടിലിറങ്ങി എല്ലായിടത്തും ആ പുക അടിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നു. ഈ സമയം ഗെയിൻ ഓസ്കോർപ്പിലേക്ക് എത്തുകയും മറുമരുന്ന് കണ്ടെത്താൻ തയ്യാറെടുപ്പ് നടത്തുകയും ചെയ്യുന്നു. അപ്പോഴേക്കും ഹെലികോപ്റ്ററിൽ സംഭവ സ്ഥലത്തേക്ക് പോകുന്ന പോലീസ് ഹെഡിനോട് ആ ജീവി എന്തോ വിഷവാതകം പുറത്തുവിടുന്നുണ്ടെന്നും ആർക്കും അതിനെ തടയാൻ കഴിയുന്നില്ലെന്നും ഒക്കെ അറിയിപ്പ് കിട്ടുന്നു. ഈ സമയം സ്പൈഡർമാൻ നേരെ ഡ്രെയിനേജിൽ നിന്ന് പുറത്തേക്ക് വരികയും ശേഷം അവൻ എത്രയും പെട്ടെന്ന് ഗെയിനെ വിളിച്ച് നീ ഇപ്പോ ഓസ്കോർപ്പിലല്ലേ, എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോകണം, ഡോക്ടർ കേണേഴ്സ് അങ്ങോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ അതിന് ആന്റിഡോട്ട് റെഡി ആയിട്ടില്ലെന്ന് അവൾ പറയുകയും റെഡിയാകുന്നത് വരെ നിൽക്കാനുള്ള സമയമില്ല, അയാൾ വന്നാൽ പിന്നെ എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പീറ്റർ പറയുമ്പോൾ ഞാൻ എന്തായാലും ഇവിടുത്തെ ആളുകളെല്ലാം ഒഴിപ്പിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അവൾ അപ്പോൾ തന്നെ എമർജൻസി അലാറം കൊടുത്ത് ഓസ്കോർപ്പിലുള്ള ആളുകളെല്ലാം ഒഴിപ്പിക്കുന്നു. എന്നാൽ അപ്പോഴേക്കും ഓസ്കോർപ്പിന്റെ ബിൽഡിംഗിലെത്തി ലാബിലേക്ക് കയറിയിരിക്കുകയാണ്. അയാൾ അവിടെ എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലായി ഗെയിൻ ഉടൻ തന്നെ ഒരു ലൈറ്റർ കൊണ്ടുപോയി ഫയർ എക്സിസ്റ്ററിൽ അടിക്കുകയും അവിടെ മുഴുവൻ പുക നിറഞ്ഞ് വാതിലൊക്കെ അടയുകയും ചെയ്യുന്നു. അപ്പോഴേക്കും മറുമരുന്ന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഉടൻ കേണേഴ്സ് വാതിലൊക്കെ പൊളിച്ച് ഉള്ളിലേക്ക് കയറി വരികയും അയാൾ നേരെ ആകാശത്ത് മേഘമുണ്ടാക്കുന്ന മെഷീന്റെ അടുത്തെത്തുന്നു. എന്നാൽ ആ മെഷീൻ അവിടെ കാണാൻ കഴിയുന്നില്ല. ഗെയിൻ ആണെങ്കിൽ അവന്റെ കയ്യിൽ കിട്ടാതെ ആ മെഷീനുമായി ഒളിച്ചിരിക്കുകയാണ്. എന്നാൽ പേടിച്ചിരിക്കുന്ന അവളുടെ അടുത്തേക്ക് പെട്ടെന്ന് അയാൾ വരികയും അവൾ തീയടിക്കുമ്പോഴേക്കും കേണേഴ്സ് ആ മെഷീനും കൊണ്ട് അവിടെ നിന്ന് പൊക്കളയുന്നു. അല്പം കഴിഞ്ഞ് അവൾ അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വിഷവാതകത്തിനെതിരെയുള്ള ആന്റിഡോട്ട് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോഴേക്കും സ്പൈഡർമാൻ പാഞ്ഞ് ഓസ്കോർപ്പിനടുത്തേക്ക് പൊക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവൻ പോകുന്ന വഴിയിലെല്ലാം പോലീസുകാർ വളയുകയും ഹെലികോപ്റ്ററിലൊക്കെ അവന്റെ കൂടെ വന്നുകൊണ്ട് നീ കീഴടങ്ങുന്നതാണ് നല്ലതെന്നൊക്കെ പറയുകയും ചെയ്യുന്നു. എന്നാൽ അതൊന്നും കേൾക്കാതെ പൊക്കൊണ്ടിരിക്കുന്നതോടെ അവരവനെ തുരുതുരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുകയും ഇതിനിടെ ഒരു വെടി കൃത്യമായി അവന്റെ നെഞ്ചത്ത് തന്നെ കൊണ്ട് നേരെ താഴേക്കങ്ങ് മറിഞ്ഞു വീഴുന്നു. ഇതോടെ അവൻ അനക്കമില്ലാതെ കിടക്കുകയാണ്. അപ്പോഴേക്കും പോലീസുകാർ അവിടെ മുഴുവൻ ഇറങ്ങുകയും അവന്റെ ചുറ്റും വളഞ്ഞ് കൈകെട്ടി വിലങ്ങൊക്കെ വെച്ച് എഴുന്നേൽപ്പിച്ചിരുത്തുകയും ഗെയിന്റെ ഡാഡി സ്പൈഡർമാന്റെ അടുത്തേക്ക് വന്ന ശേഷം അവന്റെ അടുത്തിരുന്ന് മുഖം മൂടി വലിച്ചങ്ങ് ഊരുമ്പോഴേക്കും അവൻ അയാളെ അടിച്ചിട്ട് അവന്റെ മുഖം ആരും കാണാതെ എല്ലാവരെയും ആട്ടിച്ച് പറത്തുകയും എല്ലാവരുടെയും തോക്കൊക്കെ കയ്യിലെടുത്ത് മിന്നൽ ആക്രമണം നടത്തുന്നതിനിടെ അനങ്ങിപ്പോരുതെന്ന് ഹെഡ് പറയുന്നു. അയാളോട് ഫൈറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവൻ പതിയെ തിരിയുകയും ഇതോടെ അത് പീറ്റർ ആണെന്ന് അയാൾക്ക് മനസ്സിലായി കൺഫ്യൂഷനിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ മകൾ ഇപ്പോൾ ഓസ്കോർപ്പിലാണുള്ളത്, ആ ജീവി അവളുടെ അടുത്തേക്ക് പോവുകയാണ്, എനിക്ക് അവളെ രക്ഷിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് അവൻ പതിയെ തന്റെ മുഖംമൂടി എടുത്ത് ഇടുകയും അയാൾ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോഴേക്കും ഒരു പോലീസുകാരൻ വെടിവെക്കുകയും വെടിവെക്കേണ്ടാവും പൊക്കോട്ടെ എന്ന് അയാൾ വിളിച്ചു പറയുകയും ചെയ്തു. അപ്പോഴേക്കും കേണേഴ്സ് ആ മെഷീനുമായി ഓസ്കോർപ്പിന്റെ മുകളിലേക്ക് പൊക്കൊണ്ടിരിക്കുകയാണ്. സ്പൈഡർമാൻ നോക്കുമ്പോൾ ഓസ്കോർപ്പിലെത്താൻ ഇനിയും ഒരുപാട് ദൂരമുണ്ട്. അങ്ങനെ അവൻ വീണ്ടും മുന്നോട്ട് പൊക്കൊണ്ടിരിക്കുകയാണ്. സ്പൈഡർമാന് ആ ജീവിയുടെ അടുത്തെത്താൻ കഴിയുമെന്ന് ഉറപ്പില്ലെന്നൊക്കെ വാർത്തയിലൂടെ കാണുന്ന സ്പൈഡർമാൻ മുമ്പ് രക്ഷിച്ച കുട്ടിയുടെ അച്ഛൻ ഡേയ് നമ്മുടെ ക്രെയിൻ ഓപ്പറേറ്റർമാരെല്ലാം വിളിക്കുക, കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞ് വയർലെസ്സിലൂടെ എല്ലാവർക്കും അറിയിപ്പ് കൊടുക്കുകയും അങ്ങനെ കാലിന് വെടിയേറ്റ് തളർന്നു വരുന്ന സ്പൈഡർമാൻ നോക്കുമ്പോൾ അവന് വലയിട്ട് പോകാൻ കഴിയുന്ന തരത്തിൽ തന്റെ മുന്നിൽ ക്രെയിനുകളെല്ലാം നിരത്തി വെച്ചിരിക്കുകയാണ്. ഇതോടെ അവൻ രണ്ടും കൽപ്പിച്ച് വയ്യാത്ത കാലുമായി എങ്ങനെയെങ്കിലും ഓടി ഓടി വളരെ വേഗത്തിൽ ചാടി അതിലേക്ക് പിടിക്കുകയും ക്രെയിനുകളിലെല്ലാം തൂങ്ങിയാടി വളരെ വേഗത്തിൽ പോവുകയും ചെയ്യുന്നു. അവന് പോകാൻ വേണ്ടി ഇപ്പോ പോലീസുകാരുൾപ്പെടെ ട്രാഫിക്കൊക്കെ തടഞ്ഞു നിർത്തി വഴിയൊരുക്കുകയാണ്. അങ്ങനെ അവൻ പെട്ടെന്ന് തന്നെ ഓസ്കോർപ്പിന്റെ ബിൽഡിംഗിൽ എത്തുകയും വലിഞ്ഞ് നേരെ മുകളിലേക്ക് പോവുകയും ചെയ്യുന്നു. എന്നാൽ അവിടെ വിഷവാതകം മറ്റേ മെഷീനിലേക്ക് ഇട്ട് അവൻ ജനങ്ങളെ മുഴുവൻ നശിപ്പിക്കാൻ നോക്കുന്നത് കണ്ട് സ്പൈഡർമാൻ അപ്പോൾ തന്നെ വലയിട്ട് കറങ്ങി അവനെ അവിടുന്ന് ചവിട്ടി താഴേക്ക് ഇടുകയും അവർ തമ്മിൽ താഴെ വീണ ശേഷം പോരിഞ്ഞ ഫൈറ്റ് തുടങ്ങുകയും ചെയ്യുന്നു. കൊണ്ടും കൊടുത്തും രണ്ടുപേരും കൂടെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ഗെയിൻ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഡാഡി അവിടേക്ക് വരികയും ഇത് സ്പൈഡർമാന് കൊടുത്തേ പറ്റുള്ളൂ എന്നൊക്കെ അവൾ പറയുമ്പോൾ എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി, നീ അതിങ്ങ് തന്നിട്ട് വീട്ടിൽ പോക്കോ, ഇത് അവന്റെ കടുക്കുന്ന കാര്യം ഞാൻ ഏറ്റുമെന്ന് പറയുകയും അങ്ങനെ അവൾ വീട്ടിലേക്ക് പോവുകയും ചെയ്യും. ഈ സമയം അടി കൂടിക്കൊണ്ടിരിക്കുന്ന പീറ്റർ എങ്ങനെയെങ്കിലും ആ മെഷീന്റെ അടുത്തേക്ക് പോകാൻ നോക്കുമെങ്കിലും അവൻ ലിക്വിഡ് നൈട്രജൻ എടുത്ത് എറിയുകയും ഇതോടെ ഗ്യാസ് അടിച്ച് ടവറിന്റെ ഇരുമ്പ് മുഴുവൻ ഐസ് ആവാൻ തുടങ്ങുകയും ചെയ്യും. അപ്പോഴേക്കും താഴെ വീണ സ്പൈഡർമാനെ അവൻ തൂക്കിയെടുത്ത് കയ്യിലെ വലയിടുന്ന വാച്ചെല്ലാം പൊട്ടിച്ചു കളയുകയും ശേഷം അവന്റെ മുഖം മൂടി വലിച്ചു ഊരിക്കൊണ്ട് പാവം പീറ്റർ പാർക്കർ, ഇപ്പോ നിന്റെ കൂടെ ആരുമില്ല, ഇവിടെ കിടന്നാണല്ലോടാ നിന്റെ അന്ത്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഗെയിന്റെ അച്ഛൻ അവിടേക്ക് വന്ന് അവിടുന്ന് ലിക്വിഡ് നൈട്രജൻ അടിച്ചു വിടുകയും അത് കയ്യിൽ കിട്ടുന്ന പീറ്റർ അവന്റെ നേർക്ക് അടിക്കുന്നതോടെ ദേഹമൊക്കെ ഐസ് ആവുകയും ഒന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുമ്പോഴേക്കും അയാൾ അവനെ വെടിവെച്ച് പുകച്ച ശേഷം പീറ്റർ ചവിട്ടി നേരെ ആ ജീവിയെ താഴേക്ക് അങ്ങിടുന്നു. ഇതിനിടെ ആന്റിഡോട്ട് എടുത്ത് അയാൾ പീറ്ററിന്റെ കയ്യിൽ കൊടുക്കുകയും നീ പൊക്കോ ഇവനെ ഞാൻ നോക്കിക്കോളാമെന്ന് പറയുന്നതോടെ പീറ്റർ അവിടെ നിന്ന് പോവുകയും ചെയ്യും. അവൻ നേരെ മുകളിലേക്ക് എത്തിയ ശേഷം അതിലെ മരുന്ന് മാറ്റാൻ ശ്രമിക്കുകയാണ്. ഈ സമയം വീണ്ടും ശക്തി വന്ന് എഴുന്നേറ്റ് വരുന്ന ആ ജീവി അയാളെ കുത്തി അങ്ങ് പിടിക്കുകയും സ്പൈഡർമാൻ മുകളിലെത്തിയെന്ന് കണ്ട് അയാളെ അവിടെ ഇട്ട് അവനെ എങ്ങനെയെങ്കിലും പാഞ്ഞ് മുകളിലേക്ക് ചെല്ലാൻ നോക്കും. അപ്പോഴേക്കും പീറ്റർ ആന്റിഡോട്ട് അതിലേക്ക് ഇട്ട് ആക്റ്റീവ് ആക്കുമെങ്കിലും അവൻ പാഞ്ഞ് ചാടി പീറ്ററിനെ പിടിച്ചു വലിക്കുകയും അപ്പോഴേക്കും മരുന്ന് ലോഞ്ച് ചെയ്ത് ആകാശത്ത് ചെന്ന് പൊട്ടിത്തെറിച്ച് മേഘമായി വരുന്നത് മറുമരുന്നാണ്. ആ മറുമരുന്ന് മഴ പോലെ വന്ന് അയാളുടെ പുറത്ത് വീഴുന്നതോടെ അവന്റെ ശക്തി നഷ്ടപ്പെടാൻ തുടങ്ങുകയും നേരെ താഴേക്ക്
താഴേക്ക് പോകുമ്പോഴേക്കും പീറ്റർ നിന്ന ടവർ ഐസ് കട്ടയായതെല്ലാം പൊടിഞ്ഞ് ഇളകാൻ തുടങ്ങുകയും മറിഞ്ഞു വീഴുമെന്ന് മനസ്സിലായി പീറ്റർ അതിൽ നിന്ന് താഴേക്ക് ചാടുമ്പോഴേക്കും അത് നേരെ താഴെ വന്ന് വീണ് പൊളിഞ്ഞ് പീറ്റർ അവിടെ തൂങ്ങിക്കിടക്കുകയും ചെയ്യും. കഷ്ടിച്ച് രക്ഷപ്പെട്ട അവൻ നോക്കുമ്പോൾ ഡോക്ടർ കേണേഴ്സ് ആണ് അവനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അയാൾ അവനെ വലിച്ചു കയറ്റാൻ നോക്കുമ്പോൾ കൈയില്ലാത്ത അയാളുടെ ശക്തി പോവുകയും കൈ നഷ്ടമാകുമെങ്കിലും മറ്റേ കൈ ഉപയോഗിച്ച് അവനെ തൂക്കി പിടിച്ച് മുകളിലേക്ക് വലിച്ചു കയറ്റുകയും ചെയ്യും. ഇതോടെ അയാളുടെ ദുഷ്ടശക്തി എല്ലാം വിട്ട് സാധാരണ മനുഷ്യനായിരിക്കുകയാണ്. അപ്പോഴേക്കും അയാൾ ക്യാപ്റ്റന്റെ കാര്യം ഓർക്കുകയും അങ്ങനെ പീറ്റർ നേരെ ഓടിച്ചെന്ന് ക്യാപ്റ്റനെ നോക്കുമ്പോൾ അയാൾ മരിക്കാൻ കിടക്കുകയാണ്. ഞാൻ സഹായിക്കാമെന്നൊക്കെ അവൻ പറയുമെങ്കിലും ഇനി എന്നെ സഹായിക്കാൻ നിനക്ക് കഴിയില്ല. എന്നാ ഇത് പിടിച്ചോ, ഇത് നിനക്ക് ആവശ്യം വരും. നീ ഈ നാടിനെ രക്ഷിക്കണം. നിനക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവും, ഒരുപാട് ഉത്തരവാദിത്തങ്ങളുമുണ്ട്. എന്നാൽ ആ ഉത്തരവാദിത്തങ്ങളുടെ ഇടയിലൊന്നും ഗെയിനെ വലിച്ചിഴക്കരുത്. അവളെ നീ മറക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ മരിക്കുന്നു. ഇതോടെ അവൻ വിഷമിച്ച് അവിടെ ഇരിക്കുകയാണ്. അവന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അന്തരീക്ഷം മുഴുവൻ മറുമരുന്ന് പൊടിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നു. ആ മരുന്ന് വീഴുന്നതോടെ നാട്ടിൽ ഭീകരജീവിയായി മാറിയവർക്കെല്ലാം തങ്ങളുടെ പഴയ രൂപം തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അടുത്ത ദിവസം മരണപ്പെട്ട ഡാഡിയുടെ സംസ്കാര ചടങ്ങിൽ ഗെയിൻ നിൽക്കുകയാണ്. ദൂരെ നിന്ന് ആ കാഴ്ചകളെല്ലാം പീറ്റർ കാണുന്നുണ്ട്. അവൾ അവിടെയെല്ലാം അവനെ നോക്കുമെങ്കിലും എങ്ങും പീറ്ററിനെ കാണാൻ കഴിയുന്നില്ല. അടുത്ത ദിവസം അവൾ പീറ്ററിനെ തേടി അവന്റെ വീട്ടിലെത്തുകയും അവളെ കണ്ട് പുറത്തേക്ക് വരുന്ന അവനോട് എന്റെ അച്ഛൻ മരിച്ചു, ശവസംസ്കാരം കഴിഞ്ഞു, അതിൽ പങ്കെടുക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. ഞാൻ നിന്നെ കുറെ തിരഞ്ഞു, പക്ഷേ അവിടെ എങ്ങും നിന്നെ കാണാൻ പറ്റിയില്ല. അതെന്താ നീ വരാഞ്ഞെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇനി എനിക്ക് ഒന്നിനും വരാൻ കഴിയില്ല, നിന്നെ കാണാനും എനിക്ക് പറ്റില്ല, നീ എന്നെ മറന്നേ പറ്റുള്ളൂ എന്നൊക്കെ പീറ്റർ പറയുമ്പോൾ നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്നൊക്കെ പറയും. ദയവ് ചെയ്ത് നീ എന്നെ കാണാൻ വരരുത്, അത്ര മാത്രമേ ഉള്ളൂ എന്നൊക്കെ അവൻ പറയുമ്പോൾ അവൾ വിഷമത്തോടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും പെട്ടെന്നൊന്ന് നിന്ന ശേഷം എന്നെ മറക്കണമെന്ന് ഡാഡി നിന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചല്ലേ, അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പൊക്കളയുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അടുത്ത ദിവസം കോളേജിൽ ക്ലാസ്സിലേക്ക് താമസിച്ച് പീറ്റർ എത്തുകയും നേരെ ചെന്ന് അവനെ മൈൻഡ് ചെയ്യാതിരിക്കുന്ന ഗെയിന്റെ പിറകിൽ ഇരുന്ന ശേഷം തൽക്കാലം നിന്റെ ഡാഡിക്ക് കൊടുത്ത വാക്ക് ഞാൻ പാലിക്കുന്നില്ല എന്ന് അവളോട് പറയുകയും ഇത് കേട്ട് അവൾക്ക് സന്തോഷമാവുകയും ചെയ്യും. അങ്ങനെ അടുത്ത ദിവസവും പോലീസ് പോകുന്നത് കണ്ട് അപകടമുണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കി നാടിനെ രക്ഷിക്കുന്ന നായകനായിക്കൊണ്ട് അവൻ പോകുന്നതോടെ സിനിമ അവസാനിക്കുന്നു. 2012 $200 മില്യൺ ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ ഈ സിനിമ $758 മില്യൺ നേടി വൻ വിജയമാണ് കരസ്ഥമാക്കിയത്.